കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല എന്താണ് ബി ജെ പിയുടെ നിലപാട്. ജയിലിൽ നിന്ന് മോചനം സാധ്യമാക്കണമെന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. കുറ്റക്കാരനല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിഷ്കളങ്കമായാണ് എന്തായിരുന്നു എസ് സുരേഷിന്റെ നേരത്തെയുള്ള പ്രതികരണം. ആ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, വളരെ ഗൗരവമുള്ള വകുപ്പുകളാണ് ഛത്തീസ്ഗഡ് പോലീസ് 2 കന്യാസ്ത്രീകൾക്കുമെതിരെ ചുമത്തിയിരുന്നത്. അതിലൊന്ന് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം, രണ്ടാമത്തേത് മനുഷ്യക്കടത്ത്. നിർബന്ധിത മതപരിവർത്തനമുള്ള ശ്രമം ഉണ്ടായിട്ടില്ല, മനുഷ്യക്കടത്ത് ഉണ്ടായിട്ടില്ല. ഇതൊരു കമ്മ്യൂണിക്കേഷനിൽ പറ്റിയ പിശക് കൊണ്ടുണ്ടായ അറസ്റ്റും കേസുമാണ് എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അദ്ദേഹത്തെ തള്ളുകയാണോ, ആ നിലപാട് മാറ്റുകയാണോ ഇപ്പോൾ BJP? രതീഷ്, BJP വലിയ സമ്മർദ്ദത്തിലാണ് സംസ്ഥാന BJP നേതൃത്വം. കാരണം BJPയെ സംസ്ഥാനത്തെ സംഘപരിവാർ സംഘടനകൾ, RSSന്റെ മുതിർന്ന നേതാക്കൾ, ഹിന്ദു ഐക്യവേദി, ഒപ്പം തന്നെ RSS ഗുരുതുല്യരായി കാണുന്ന സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ളവർ അതിരൂക്ഷമായ ഭാഷയിൽ ഈ BJP സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിച്ച, അല്ലെങ്കിൽ ഒരു കേസ് തീരും മുമ്പ് കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ സ്വീകരിച്ച നിലപാടിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതോടെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് സ്വീകരിച്ച നിലപാട് എന്താണ്? കന്യാസ്ത്രീമാർ കുറ്റക്കാരല്ല എന്നതാണ് പാർട്ടി നിലപാട്. ശരിയാണ്, കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ല എന്ന നിലപാടാണ്. അതുകൂടി കേട്ട് ഒരിക്കൽ കൂടി ആ പ്രതികരണം കേട്ടതിന് ശേഷം പ്രശാന്തിലേക്ക് തിരികെ എത്താൻ. കന്യാസ്ത്രീകൾ നിഷ്കളങ്കരാണ് എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മുൻപ് നടത്തിയ പ്രതികരണം. ആദ്യം നടത്തിയ ആ പ്രതികരണത്തിലേക്ക്. അവരുടെ എതിരെ ഈ കൺവേർഷൻ്റെ എലിഗേഷൻ സത്യമല്ല എന്ന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുതൽ, മിഞ്ഞാന്ന് മുതൽ സംസ്ഥാന സർക്കാർ, ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ ടച്ചിലുണ്ട്. നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത്. ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടുന്ന് ഞങ്ങൾ മടങ്ങി വരുള്ളൂ. ഇതില് ഞങ്ങളുടെ ഒരു പാർട്ടിന്റെ ഒരു ഡിറ്റർമിനേഷനാണ്. അവരുടെ എതിരെ പ്രശാന്ത്, നീതി നൽകും, അതായത് കുറ്റക്കാരല്ല, നീതി ഉറപ്പാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ മലക്കമറിച്ചിലിന്റെ സാഹചര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിഷയം. അതായത് രതീഷെ, വലിയ വിമർശനമാണ് പാർട്ടിക്കകത്ത് സംസ്ഥാന നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെ പാർട്ടിക്കകത്തുനിന്നുള്ളവർ മാത്രമല്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർ BJP ഒരു ക്രൈസ്തവ പ്രീണന പാർട്ടിയായി മാറി എന്ന തരത്തിലുള്ള വലിയ വിമർശനം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് BJP സംസ്ഥാന നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ നിലയിലേക്ക് പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞ വാക്ക് ഈ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നേരെ വിപരീതമാണ്. കാരണം മാത്രമല്ല, അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അന്ന് ലഭിച്ച ഇൻപുട്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ പുതിയ പാർട്ടിയുടെ പ്രതിരോധത്തിലായ BJPയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? കന്യാസ്ത്രീമാർ, ഈ 2 കന്യാസ്ത്രീമാർക്കെതിരെ മനുഷ്യക്കടത്തും മതപരിവർത്തന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. അപ്പോൾ അവർ കുറ്റക്കാരാണെന്നോ അല്ലെന്നോ ഞങ്ങൾക്ക് നിലപാടില്ല എന്ന തരത്തിലേക്ക് ആ നിലപാട് മാറ്റം വരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ആകെ പാർട്ടിക്കുണ്ടായിരുന്ന ഒരു തീരുമാനം എന്നത് ക്രൈസ്തവ സഭകൾ അവർക്ക് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു, അതിനുവേണ്ടി ഇടപെട്ടു. അപ്പോഴും പ്രോസിക്യൂഷൻ ഇതിനു വേണ്ട ഇടപെടൽ നടത്തിയല്ലാതെ മറ്റു തരത്തിലുള്ള കേസിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വിശദീകരണമാണ് BJP ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ചോദ്യങ്ങൾക്ക്